പാലാ രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ ഭാഗ്യസ്മരണാർഹനായ മാർ സെബാസ്റ്റ്യൻ വയലിൽ തിരുമേനി പാലായുടെ മാറ്റങ്ങൾക്ക് തിരിതെളിച്ചു. സർക്കാരും സമൂഹവും ചിന്തിക്കുന്നതിന് വളരെ മുൻപേ തന്നെ സ്ത്രീ ശാക്തീകരണം മനസ്സിൽ കണ്ട അഭിമന്യ പിതാവ് 1964 400 കുട്ടികളും 16 അധ്യാപകരും 5 അനധ്യാപകരുമായി പാല അൽഫോൻസ കോളേജിന് തുടക്കം കുറിച്ചു. 5 പതിറ്റാണ്ടിൻ്റെ വിജയഗാഥയുമായി ഇന്ന് ഈ കലാലയം സുവർണ ജൂബിലി നിറവിലാണ്. ഇതിൻ്റെ മൂലാധിഷ്ഠിത ബൗദ്ധിക സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ഒട്ടനവധി സുമനസ്സുകളെ ഈ സമയം ഓർമ്മിക്കുന്നു. അൽഫോൻസ കോളേജിന് ഒരു അൽഫോൻസ്യൻ സംസ്കാരമുണ്ട്. അതുകൊണ്ടാണ് അതിവിദൂരതയിൽ നിന്നും അനേകം പെൺകുട്ടികൾ ഇന്നും ഈ കലാലയത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ പുണ്യചരിതയായ അൽഫോൻസാമ്മയുടെ നാമധേയത്താൽ ധന്യമായ ഈ കലാലയത്തിലെ കുട്ടികൾ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു തിരുവചനമുണ്ട്: ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. അൽഫോൻസ കോളേജിൻ്റെ പ്രത്യേകത ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും അൽഫോൻസാമ്മയുടെ ഈ രൂപത്തിന് മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ദിനം തുടങ്ങുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ആത്മീയമായ റീചാർജിങ് ആണ്. അതിൻ്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് ആ ദിവസമെല്ലാം ആ അനുഗ്രഹം ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ലക്ഷ്യം പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നതിൻ്റെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അൽഫോൻസ കോളേജ് നിലകൊള്ളുന്നത്. കാരണം പാലാ പ്രദേശത്തു നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ ധാരാളമായിട്ട് കുട്ടികൾ വരുന്നു. അവർ പോയതിനു ശേഷം പിന്നീട് പിൽക്കാലത്തും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ നാടിനും ഈ സമൂഹത്തിനും വെളിച്ചമായിട്ട് തീർന്ന ആളുകളായിട്ട് അവർ മാറി. ഈ കോളേജിൽ വരുന്നതിന് അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നതിന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഒന്ന്, ഇവിടെയുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള മികവാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും ഉയർന്ന വിജയശതമാനവും റാങ്കും മറ്റ് മികവും ഉള്ളത് അൽഫോൻസ കോളേജിനാണ്. എല്ലാ അർത്ഥത്തിലും അൽഫോൻസ കോളേജ് എന്ന് പറയുന്നത് എനിക്കൊരു കലാലയമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ വികസനം ആണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ സമഗ്രതയിൽ ഒരുപക്ഷെ നമുക്ക് അറിവും വിജ്ഞാനവുമൊക്കെ ക്ലാസ് റൂമുകളിൽ നിന്നും ലൈബ്രറിയിൽ നിന്നുമൊക്കെ ആവോളം സംഭരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉപരിയായി എൻ്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത്, ഞാൻ ഈ കോളേജിലെ യൂണിയൻ ആക്ടിവിറ്റിയിൽ പങ്കെടുത്തതിനെക്കുറിച്ചും
ഓഡിറ്റോറിയത്തിലെ കളർഫുള്ളായിട്ടുള്ള ഈവൻസിനെ കുറിച്ചും ഐക്കഫ് ഇന്നത്തെ ജീസസ് യൂത്തിൻ്റെ അന്നത്തെ പതിപ്പായിരുന്നു ഐക്കഫ് എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ ഫോർ കാത്തലിക് സ്റ്റുഡൻസ് എന്ന ഫോറത്തിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ സാധിച്ചതും അതുപോലുള്ള ഞങ്ങളുടെ അസോസിയേഷനുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഒരുപാട് എന്നെ വളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്കറിയാമല്ലോ, നമ്മൾ വിദ്യ അഭ്യസിക്കുമ്പോൾ ഇൻ്റലക്ച്വലായിട്ടും ഇമോഷണലായിട്ടും അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടും വാസ്തവത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ദൈവത്തെ അൾട്ടിമേറ്റായിട്ട് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്, പ്രപഞ്ചത്തെ അറിയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അബ്ദുൽ കലാം പറയുന്നത് പോലെ അണ്ടർസ്റ്റാൻഡിങ് ദ കോസ്മോസ്. അത് എനിക്ക് ഈ കലാലയത്തിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളത് സത്യം തന്നെയാണ്. ഞങ്ങൾ ഈ അൽഫോൻസ കോളേജിലെ റിട്ടയേർഡ് ടീച്ചേഴ്സാണ്. 2004 ഈ കോളേജിലെ റിട്ടയേർഡ് ടീച്ചേഴ്സ് ഫോറം ആരംഭിച്ചു. ഈ സംഘടനയിൽ ഇപ്പോൾ ഏതാണ്ട് 100ഓളം അധ്യാപകരുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോയവർ. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഈ കോളേജിൽ അധ്യാപികയായിരുന്നതിൽ. ആദ്യമായിട്ട് വിമാനം പറത്തിയ മലയാളി വനിത എന്ന പേരിന് അർഹയായ ബിന്ദു കെ സെബാസ്റ്റ്യൻ ഞങ്ങളുടെ വിദ്യാർത്ഥിനിയായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട്, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഭാരതഭൂഷണമായ വിശുദ്ധ അൽഫോൻസാമയുടെ നാമധേയത്തിലുള്ള ഈ കലാലയത്തിൽ പഠിക്കാൻ സാധിച്ചത് ഒരു വലിയൊരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. അതോടൊപ്പം തന്നെ കലാലയം ഈ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ഈ കലാലയത്തിൻ്റെ യൂണിയൻ ചെയർപേഴ്സണായി എത്തിച്ചേർന്നത് ഒരു ദൈവനിയോഗമെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ 2012 നവംബർ 12-നാണ് ഞങ്ങളുടെ യൂണിയൻ ഭരമേൽക്കുന്നത്. 1.5 വർഷമായി ഈ യൂണിയൻ സജീവമായ ഒരു പ്രവർത്തനമാണ് കുട്ടികളിൽ കാഴ്ചവെക്കുന്നത്. കുട്ടികളുടെ സർഗ്ഗകലകളെ പരിപോഷിപ്പിക്കാൻ, അതോടൊപ്പം തന്നെ ആധ്യാത്മികമായും സാംസ്കാരികപരമായും കലാപരമായും അവരുടെ സർഗ്ഗ കഴിവുകളെ ഉണർത്തുന്നതിന് വേണ്ടി അനേകം കോമ്പറ്റീഷനുകൾ, അതോടൊപ്പം തന്നെ മറ്റ് അനേകം കോളേജിൽ നിന്നുള്ള ഫെസ്റ്റുകൾക്ക് വേണ്ടി കുട്ടികളെ അയക്കുന്നതിന് ഞങ്ങൾ അത്യധികം ശ്രമിക്കുന്നുണ്ട്. ഇനിയും ഒട്ടേറെ നല്ല മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. കോളേജ് സ്ഥാപിക്കപ്പെട്ട അന്നു മുതൽ വളരെ ഭംഗിയായിട്ട് മതബോധന ക്ലാസ്സുകൾ നടക്കുന്നു എന്നുള്ളത് ഈ വലിയ കലാലയത്തിൻ്റെ ശക്തി സ്രോതസ്സായിട്ട് കണക്കാക്കാൻ പറ്റും. മതബോധന ക്ലാസ്സുകൾ 2 തരത്തിലാണ് നടത്തപ്പെടുക. ഒന്നാമതായിട്ട് കത്തോലിക്ക കുട്ടികൾക്കായി പാലാരൂപത നിശ്ചയിച്ചിരിക്കുന്ന സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളും നോൺ കാത്തലിക്സിനായി മോറൽ ക്ലാസ്സുകൾ നടത്തുന്നു. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, കഴിഞ്ഞ 50 വർഷമായി പാലാരൂപത നടത്തിയ മതബോധന മോറൽ പരീക്ഷകളിൽ 1ാം സ്ഥാനം ഈ കോളേജിനായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കായിട്ട് ആരാധനയും മാസത്തിൽ ആദ്യവെള്ളിയാഴ്ചകളിൽ കുർബാനയും നടത്തപ്പെടുന്നു. മാതാപിതാക്കൾ ഈ കോളേജിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. മൂല്യബോധമുള്ളവരായിട്ട് കുട്ടികളെ പറഞ്ഞു വിടുക. അങ്ങനെ പറഞ്ഞു വിടുന്ന അവസരത്തിൽ ഇവിടെ ചെയ്യുന്നത് എല്ലാ കുട്ടികൾക്കും യഥാർത്ഥമായിട്ടുള്ള ജീവിത ബോധ്യം ഞങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കത്തോലിക്ക യുവജന മുന്നേറ്റമാണ് ജീസസ് യൂത്ത്. അറ്റ് ദ സർവീസ് ഓഫ് ദ ചർച്ച് എന്ന മോട്ടോയാണ് ജീസസ് യൂത്തിനുള്ളത്. ഇതിനൊരു കാത്തലിക് കരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റിയാണുള്ളത്. നമ്മുടെ കോളേജിൽ പാലാ അൽഫോൻസ കോളേജിൽ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു.
എല്ലാ ആഴ്ചയിലും മിസ് എ മീൽ എന്ന പ്രോഗ്രാമിലൂടെ മരിയ സദനിലെ മെൻ്റലി ചലഞ്ചറായിട്ടുള്ള മക്കൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നു. അതുപോലെ അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നും വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് അർഹതപ്പെട്ട വ്യക്തികൾക്ക് നൽകുന്നു. ഇതൊക്കെ ജീസസ് യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോളേജിലെ മറ്റു കുട്ടികളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നു. പാഠ്യേതര വിഷയങ്ങൾക്കൊപ്പം വിദ്യാർത്ഥിനികളിൽ സ്വയം പര്യാപ്തത വളർത്താൻ വേണ്ടി വിവിധ തരം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഈ കോളേജിൽ അഭ്യസിപ്പിക്കുന്നുണ്ട്. ബ്യൂട്ടി തെറാപ്പി, പട്ടുനൂൽ പുഴു കൃഷി, ഫാഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ടെക്നോളജി എന്നീ വിവിധ തരം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ് മെയിൻ്റനൻസ് എന്നീ വിവിധ കോഴ്സുകൾ ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ആഡ് ഓൺ കോഴ്സസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കോഴ്സുകൾ കുറച്ച് വർഷങ്ങളായി ഈ കോളേജിൽ നടത്തപ്പെടുന്നു. ഈ കോഴ്സുകളിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നതിൽ ഉപരി വിദ്യാർത്ഥിനികൾക്ക് ഒരു സ്വയം തൊഴിൽ സ്വായത്തമാക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. അൽഫോൺസ കോളേജിലെ കരിയർ ക്ലബ് ആൻഡ് പ്ലേസ്മെൻറ്റ് സെൽ ഇവിടുത്തെ വിദ്യാർത്ഥിനികൾക്കൊരു വഴികാട്ടിയായി വർത്തിക്കുന്നു. വിദ്യാഭ്യാസത്തിനോടൊപ്പം അതിനുതകുന്ന ജോലി സാധ്യതകളെക്കുറിച്ച് ഇവർക്ക് അവബോധം നൽകുന്നു. വിവിധ മേഖലകളിലുള്ള റിസോഴ്സ് പേഴ്സൺസിനെ വിളിച്ച് ഇവർക്ക് ധാരാളം ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുന്നുണ്ട്. ബാങ്കിങ് മേഖലയിലുള്ള ജോലി സാധ്യതകൾ മുൻനിർത്തി സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിനായിട്ട് ഒരു ബാങ്ക് കോച്ചിങ് ഇവിടെ കോളേജ് ക്യാമ്പസിൽ തന്നെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു. വിവിധ ജോബ് പ്ലേസ്മെൻറ്റ്സിനെ കുറിച്ചും റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് പിള്ളേരെ അത് അറ്റൻഡ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 8 പേർക്ക് ബാംഗ്ലൂർ വിപ്രോയിൽ ഈ സെമസ്റ്ററിൽ ജോലി ലഭിച്ചിരിക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥിനികളിൽ സാമൂഹിക അവബോധവും ധാർമ്മിക മൂല്യങ്ങളും വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒട്ടേറെ ബോധവൽക്കരണ ക്ലാസ്സുകളും സാമൂഹിക പ്രശ്നങ്ങളിൽ ഏറെ താല്പര്യത്തോടെ ഇടപെടാനുള്ള അവസരവും വിമൻസിൽ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനമൈത്രി പോലീസിൻ്റെയും വനിതാ ജാഗ്രതാ സമിതിയുടെയും സഹകരണത്തോടെ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ സാമൂഹിക ലീഗൽ അവയർനെസ് ക്ലാസ്സുകൾ തുടങ്ങിയവയെല്ലാം വിദ്യാർത്ഥിനികൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്നുണ്ട്. അൽഫോൺസ കോളേജിലെ NSSൻ്റെ പ്രവർത്തനങ്ങൾ എക്കാലവും അഭിമാനത്തിന് വക നൽകുന്നതാണ്. ഭവന നിർമ്മാണം, റോഡ് നിർമ്മാണം, വിവിധ സ്കൂളുകളിൽ കളിസ്ഥല നിർമ്മാണം, സൗജന്യ ട്യൂഷൻ, വിവിധ സ്ഥാപനങ്ങളിൽ ലൈബ്രറി രൂപവൽക്കരണം, രക്തദാന ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ്, നേത്രപരിശോധന ക്യാമ്പ്, റാലികൾ, ഡിബേറ്റുകൾ, വ്യക്തിത്വ വികസന പരിപാടികൾ, ഇങ്ങനെ നീളുന്നു NSSൻ്റെ പ്രവർത്തനങ്ങൾ. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തവണ രക്തം ദാനം ചെയ്ത കോളേജ് എന്ന നിലയിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ രക്തം ദാനം ചെയ്ത കോളേജ് എന്ന നിലയിലും കലാലയ തുള്ളികൾ അവാർഡ് 2 തവണ അൽഫോൺസ കോളേജിന് ലഭിക്കുകയുണ്ടായി. അൽഫോൺസ കോളേജിലെ NSSൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് 2 തവണ സംസ്ഥാന അവാർഡ് നൽകി ആദരിച്ചു. കഴിഞ്ഞ വർഷം ഉൾപ്പെടെ വിവിധ വർഷങ്ങളിൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബെസ്റ്റ് യൂണിറ്റ്, ബെസ്റ്റ് പ്രിൻസിപ്പൽ, ബെസ്റ്റ് NSS പ്രോഗ്രാം ഓഫീസർ, ബെസ്റ്റ് വോളണ്ടിയർ എന്നിവയ്ക്കുള്ള അവാർഡ് അൽഫോൺസ കോളേജിന് ലഭിക്കുകയുണ്ടായി. പാലാ അൽഫോൺസ കോളേജ് 1964 ആരംഭിച്ചത്. അന്ന് മുതൽ കോളേജിൻ്റെ ആരംഭം മുതൽ കായിക രംഗത്ത് വളരെ ഉന്നത നിലവാരം പുലർത്തി പോരുകയാണ്. അത്ലറ്റിക്സ്, വോളിബോൾ, ബാസ്ക്കറ്റ് ബോൾ, സ്വിമ്മിങ്,
ഹാൻഡ്ബോൾ എന്നീ ഇനങ്ങളിൽ അനേകം ദേശീയ അന്തർദേശീയ താരങ്ങളെ സംഭാവന ചെയ്യുവാൻ നമ്മുടെ കലാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു കോളേജിന് 3 ഒളിമ്പ്യന്മാരും 3 അർജുന അവാർഡ് ജേതാക്കളും സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു കലാലയം എന്ന ഒരു ബഹുമതി ഞങ്ങൾക്കുണ്ട് എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഷൈനി വിൽസൺ, പത്മിനി തോമസ്, പ്രീജ ശ്രീധരൻ, സിനി ജോസ് തുടങ്ങിയ അന്തർദേശീയ നിലവാരമുള്ള അനേകം താരങ്ങളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് വളരെ അഭിമാനകരമാണ്. തൻ്റെ വാക്കുകളെ പ്രവൃത്തികളോട് സമന്വയിപ്പിച്ച മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് മാലോകർക്ക് സന്ദേശമായി നൽകിയത്. തൻ്റെ ആദർശങ്ങളും ചിന്തകളും അദ്ദേഹം ഈ ലോകത്തിന് പകർന്നപ്പോൾ ഈ ഗാന്ധിയൻ പഠന കേന്ദ്രത്തിലൂടെ പ്രവർത്തിച്ചതുകൊണ്ട് ഞങ്ങളുടെ അംഗങ്ങളായ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വിധേയമായിട്ടുണ്ട്. സ്വയം പര്യാപ്തരായ വനിതകളെ സൃഷ്ടിക്കുക എന്ന ഗാന്ധിജിയുടെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ വർഷവും സ്വയം നിർമ്മിച്ചതും ആയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനങ്ങൾ പര്യാപ്ത എന്ന പേരിൽ ഗാന്ധി ഫോറം അംഗങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കോളേജ് തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ട്രീസ മിസ്സിൻ്റെ മുൻകൈ എടുത്ത് നടത്തുമ്പോൾ അതിൽ നിന്ന് ഞങ്ങളുടെ ഇതര മേഖലയിലുള്ള വളർച്ചയാണ് ഗാന്ധി ഫോറം എന്നും ലക്ഷ്യമിട്ടിട്ടുള്ളത്. ലൈറ്റഡ് ഫോർ ലൈഫ് ജീവിതത്തിനായി പ്രകാശിപ്പിക്കപ്പെട്ട ഈ കലാലയത്തിലെ കുട്ടികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇതിൽ അനേകം സമർപ്പിതരും ഉൾപ്പെടുന്നുണ്ട്. ഇൻ്റർ കോളേജിയേറ്റ്, ഇൻ്റർ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പ്രസംഗം, ക്വിസ്, ഡിബേറ്റ് മുതലായ വിവിധ സാഹിത്യ കലാ മത്സരങ്ങളിൽ ഇവിടുത്തെ കൊച്ചു കലാകാരികൾ അനേകം ട്രോഫികളും കാഷ് അവാർഡുകളും നേടാറുണ്ട്. അറിവ് തിരിച്ചറിവായി, ബുദ്ധി വിവേകമായി, സൗഹൃദം സഹോദര്യമായി, ശുദ്ധി വിശുദ്ധിയായി മാറി സമഗ്ര വ്യക്തിത്വത്തിലേക്ക് വളരുവാനുള്ള 60ഓളം ക്ലബ്ബുകളും സംഘടനകളും ഈ കാമ്പസിലുണ്ട്. പൂക്കൾ താനെ വിരിയുന്നത് പോലെ, ഫലങ്ങൾ താനെ പഴുക്കുന്നത് പോലെ പൂർണ്ണമായ വ്യക്തിത്വത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനുള്ള എല്ലാ വഴികളും ഈ കാമ്പസിലുണ്ട്.